ഇന്ന് ഞാൻ പോകുന്നത് ഞാൻ 10ാം ക്ലാസ് പഠിച്ച സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പാറത്തോട്ടിലേക്കാണ്. അന്ന് ഇവിടെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. 2007 ബാച്ചായിരുന്നു ഞങ്ങള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘമായിക്കോട്ടെ. ഞാൻ എൻ്റെ 7ാം ക്ലാസ് തൊട്ടാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വന്നത്. 7ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ, അതായത് +2 വരെ ഞാൻ ഇവിടെ ഈ പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ഇതാണ് നമ്മുടെ കൂട്ടുകാരൊക്കെയാണോ, കൂടെ പഠിച്ചവരാണ്. അപ്പോൾ ചെറിയ തുടക്കത്തിൽ കയറി ചെന്നപ്പോൾ ഞങ്ങൾ ചെറിയ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളിനി ഞങ്ങളുടെ കാര്യപരിപാടികളിലേക്കൊക്കെ പോകാം. ചെറിയൊരു കൂട്ടായ്മയാണ്. ഞങ്ങളൊരു 10-15 പേരെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും ചില തിരക്ക് കാരണം അവർക്ക് വരാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു പരിപാടിയിലേക്ക് ആദ്യം തന്നെ ഞങ്ങളുടെ കെമിസ്ട്രി ടീച്ചർ ആണ് വന്നത്. എന്റെ പിള്ളേരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് 10 കിട്ടിയാലും ഞാൻ പറഞ്ഞു തരുമായിരുന്നു. എന്നിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്. പിന്നെ ഡിഗ്രിക്ക് പോയപ്പോൾ എനിക്ക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ടീച്ചർ അതിന്റെ വലിയൊരു റീസൺ ആയിരുന്നു. ഞാനിപ്പോൾ നിങ്ങളിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനങ്ങ് അഭിമാനിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ കൂട്ടുകാരൊക്കെ അങ്ങനെ വന്നെത്തി. അപ്പൊ അവര് തമ്മിൽ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. ഇപ്പോൾ എല്ലാവരും ഓരോരോ ലക്ഷ്യസ്ഥാനത്തെത്തി ജോലി ചെയ്യുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു 18 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് കണ്ടുമുട്ടുന്നത് കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷം പറയാനുണ്ട്, കാണാനുണ്ട്, സംസാരിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സാലി ടീച്ചറാണ് ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. ബയോളജി ആയിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്. ടീച്ചർ അങ്ങനെ വന്ന് സംസാരിക്കുകയാണ് നമ്മളോട്. അങ്ങനെ തുടക്കത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആഷ്ലിക്ക് ഒരു ചെറിയ ചടങ്ങിൽ, ഒരു കല്യാണ ചടങ്ങിൽ പോകേണ്ട സാഹചര്യമായതിനാൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പോൾ അവള് ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ആഷ്ലി പോവാണ്, ടാറ്റ പറഞ്ഞ് പോവാണ്. ഇതാണ് ആഷ്ലി. ഒന്നുമില്ലേ? 2006-2007 ബാച്ച് 10th ബാച്ചാണ് നമ്മള്. സോ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. എസ്പെഷ്യലി നമ്മുടെ ടീച്ചേഴ്സ്, അവരെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഒഫീഷ്യലായിട്ടൊരു സ്വാഗതം ആശംസിക്കാനായിട്ട് ലിജോയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മത്തായി ഓൺ സ്റ്റേജ്. മത്തായി കടന്നു വരേണ്ടതാണ്. അപ്പോൾ ഈ നമ്മുടെ ആളുകൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 150 പേരെടുത്തോളം നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം ഇത്ര പേരെയും കടന്നു വന്നത് ഒരു +1 ആയിട്ട് നമ്മൾ ഞാൻ കാണുന്നു. ആദ്യമായിട്ട് ഇതിനെ മുൻതൂക്കം എടുത്ത് നിതിനും അനുവും കൂടിയാണ് അതിനകത്ത് മുൻതൂക്കം ഇതിനു വേണ്ടി ഒരു പ്രയത്നിച്ചത്. ഇതിന് ശേഷം ഇതിൻ്റെ വർക്കും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഏറ്റെടുത്ത് അനു എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ നമ്മൾ ഇത്രയും പേര് കൂടി വരാനും സാധിച്ചു. നല്ലൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ക്ഷണിക്കപ്പെട്ട് നമ്മുടെ കൂടെ വന്നിരുന്ന സാലി ടീച്ചറാണ്. സാലി ടീച്ചറിനെ എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് മത്സമ ടീച്ചറാണ്. കെമിസ്ട്രി പഠിപ്പിച്ച ടീച്ചറാണ്. എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ജോയ് സാറ് സോഷ്യൽ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ മുമ്പ് ഫോട്ടോ എടുക്കാൻ വന്ന ബാബു സാറ് മലയാളം പഠിപ്പിച്ച സാറാണ്. സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതിലുപരി നമ്മുടെ കൂടെ പഠിച്ച ഫാമിലി ആയിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ലിജോ. അപ്പം എല്ലാവരും കണ്ടതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ? ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം, 18 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാം കൂടുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ, എങ്കിലും വന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. നമുക്ക് ചെറിയൊരു ആശംസകളിലേക്ക് കിടക്കാം. നമ്മുടെ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. സോ ഒരു സൈഡിൽ തുടങ്ങുകയാണ്. ആദ്യമായി മത്സര ടീച്ചറിനെ തന്നെ പറയാം. മത്സര ടീച്ചർ ചെറിയൊരു ആശംസ അർപ്പിക്കാനായി ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. വർത്തമാനം പറയുന്നവരൊക്കെ വഴക്ക് പറഞ്ഞു അടിച്ചും എന്നൊക്കെ ഞാൻ കാണിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ ഇത്രയും സന്തോഷിച്ചിവിടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഒന്ന് ഒന്നിച്ച് കാണാൻ പറ്റിയില്ല. നിങ്ങളുടെ ഈ മഹാപ്രയത്നത്തിന്, വിപിനും എല്ലാവരും കൂടെ എടുത്ത പ്രയത്നത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളെ വിളിച്ചതിനും നിങ്ങളൊക്കെ ഇപ്പോഴും എന്നെയൊക്കെ ഇവരൊക്കെ കടന്നുപോയിട്ട് കുറച്ച് നാളെയായിരുന്നു. എന്നെ ഓർക്കുന്നുണ്ട്, എൻ്റെ പേര് ഓർക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു ടീച്ചറിൻ്റെ പേര് മനസ്സിൽ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. റിട്ടയർ ആയിക്കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങൾ പിള്ളേരെ കാണുന്നത്. അതുകൊണ്ട് പിള്ളേർ വന്ന് എന്നെ വിളിച്ചാൽ എനിക്ക് എന്തെങ്കിലും നോക്കിയുണ്ടെങ്കിൽ ഞാൻ വരും ആ പിള്ളേരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പഠിപ്പിച്ച പിള്ളേരെ ഒന്ന് കാണാനായിട്ട്, അവിടെ ഒന്ന് കേൾക്കാനായിട്ടൊക്കെ വരാനായിട്ട് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വന്നതായി. പുസ്തകം പറയാൻ അറിയത്തില്ല, പറയാൻ അറിയത്തില്ല. നിങ്ങളുടെ പിള്ളേരെയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ച് നിങ്ങൾ നന്നായിട്ട് അവർക്ക് മാതൃകയായിട്ട് ജീവിച്ച് നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കുക. അത്രയും എനിക്ക് പറയാനുള്ളത്. അനുജു പോകുന്നതിന് മുമ്പ് 2 വാക്ക് അല്ലെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് പോലെ എൻ്റെ പേര് അനുജോ. ഞാൻ കോട്ടയത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ ഫംഗ്ഷൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് ഫംഗ്ഷൻ ഇതിന് വേണ്ടിയിട്ട് കാത്തിരുന്നതാണ് യൂണിയൻ കൂടാൻ വേണ്ടിയിട്ട്. പക്ഷേ 10-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം 11-ാം തീയതിക്ക് മാറ്റി വെച്ചിട്ട് അത്യാവശ്യമായിട്ട് പോകേണ്ടത്. അതുകൊണ്ട് എല്ലാവരും കണ്ടാൽ പോവുകയാണ്. ഇതാണ് ഹസ്ബൻഡ് ആനന്ദ്. സ്കൂളിൽ തന്നെ പഠിച്ചാണ്. 2 കുഞ്ഞുങ്ങള്, ആൻമരിയ, ഇവാമരിയ. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രധാന പങ്ക് വഹിച്ചു നിങ്ങൾ എല്ലാവരും. ടീച്ചേഴ്സിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു കളിയില്ല. ടീച്ചേഴ്സ് മുന്നേ എടുക്കണം, ഔപചാരികമായി നമ്മുടെ റീയൂണിയൻ 2006-2007 ബാച്ചിൽ നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പരമാവധിയൊക്കെ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ സാധിച്ചോ എന്നൊരു എനിക്കിപ്പോൾ സംശയം വരുവാണ്. ഇത്രയും വലുതായി നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു അന്തസ്സിലെത്തി നിങ്ങൾക്ക് മക്കളൊക്കെയായി അത് കാണാൻ എന്നെ അനുഗ്രഹിക്കുന്ന ആദ്യം നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു ചെറുപ്പം കൈവന്നതുപോലെ റിട്ടയറായി. 2022 ഞാൻ റിട്ടയറായി. വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പൂർവ്വാധിക ശക്തിയോടെ എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തുന്നു. അപ്പോൾ ആരെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചാൽ പൊതുവെ ഇപ്പോൾ ഒത്തിരി മടിയാണ് വരാൻ.
കാരണം വീട്ടിലെ കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ പറ്റിയില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കി. എല്ലാം പിടിവിട്ട് പോയായിരുന്നു എന്നുള്ളത്. പിന്നെ മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് മോളുണ്ട് വീട്ടിൽ. അടുത്ത മോളുടെ കല്യാണം ആകുന്നു. ഒരു കുഞ്ഞു മകനുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോൾ +2 ഞാൻ പഠിക്കുന്നത്. +1 മുഴുവൻ പഠിച്ചപ്പം ഇളയാൾ +2 ആയതുകൊണ്ട് +2വിൻ്റെ പുസ്തകങ്ങൾ പൊതിയുന്നു, ആ നോട്ടുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു, ആ ചിത്രങ്ങളെല്ലാം വരയ്ക്കുന്നു, റെക്കോർഡുകളെല്ലാം ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ തുടങ്ങി വീണ്ടും. കാരണം എൻ്റെ മകളൊന്നും വരയ്ക്കുകയില്ല. അമ്മ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തരുവുള്ളൂ. പിന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കാത്ത നോട്ട് ബുക്കും പേന എല്ലാം എനിക്ക് തരുക. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പഠിക്കുന്ന കാലത്ത് അമ്മയ്ക്ക് ഒത്തിരി ദാരിദ്ര്യമായിരുന്നെന്ന് തന്നെ അമ്മ പറഞ്ഞതാണ്. ഇപ്പോൾ നല്ല ബുക്കയിലും നല്ല പേനയൊക്കെ ഉപയോഗിച്ച് എഴുതിക്കോളാനാണ് എൻ്റെ മക്കൾ പറയുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ പഠിച്ചു തുടങ്ങി. നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളെ ഇനി ഒത്തിരി നല്ല നിലകളിലേക്ക് എത്തി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗെറ്റുഗതറിന് വരുന്ന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അടുത്തായിട്ട് നമ്മുടെ സ്വന്തം ജോയ് സാറിനെ ആശംസ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യവും ആദരണീയമായ വർഷമ ടീച്ചർ, സ്നേഹാഭിമാനായ സാഹിത്യത്തിലെ ബാബു സാറ്, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, കുട്ടികൾ, സുഹൃത്തുക്കളെ നിർത്തി വിളിക്കാൻ കാരണം നിങ്ങൾ ഇപ്പോൾ കുട്ടികളല്ലെന്ന് എനിക്കറിയാം. പലരെയും മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രായം തോന്നുന്നുണ്ട്. പ്രായം ഉണ്ടെങ്കിലും ഞാനിങ്ങനെ ഇരിക്കുന്നതിൽ ക്ലാമറുണ്ടോ ഇരിക്കുമ്പോൾ അത് കമ്പനിക്കാരുടെ ഡൈയുടെ വിഭാഗത്തിലാണ് ഞാൻ നിൽക്കുന്നതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ തന്നെ ബി.എഡിൻ്റെ ഒരു ബാച്ച് കൂടിയിരുന്നു. 94 ബി.എഡ് ബാച്ച് കൂടിയിരുന്നു. വേറെ കുറേ എല്ലാവരും തന്നെ റിട്ടയർ ആയി കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ നിന്ന് പൊന്മുടിക്ക് പോയി, പൊന്മുടിയിൽ നിന്ന് പൊട്ടക്കാട് പോയി, പൊട്ടക്കാട് നിന്ന് മുരുകശ്ശേരി വന്നിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ വീട്ടിലാണ്. ഇപ്പോൾ കൃഷിപ്പണിയൊക്കെയാണ് കാണുന്നത്. പിന്നീട് സാഹിത്യത്തിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് എന്ത് ഫംഗ്ഷനിലും പങ്കെടുക്കാൻ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗാനമേള ഉണ്ടായിരുന്നു. അത് അവസാനത്തിൽ നിന്ന് സ്റ്റേജ് പഠിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ അവർ പോയി ഗാനമേളത്തേക്ക് പോയി അവസാനം സ്റ്റേജിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെല്ലാ പ്രോഗ്രാമിലും സജീവമായിട്ട് പങ്കെടുക്കുന്ന സന്തോഷമുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് ടീച്ചറൊക്കെ പഠിപ്പിച്ചാണ് സ്കൂളിൽ ടീച്ചറെ വർഷം ടീച്ചർ, അതോടൊപ്പം തന്നെ റോസമ്മ ടീച്ചർ, സാർമാരെല്ലാം പഠിപ്പിച്ചാണ് എന്നെ പഠിപ്പിച്ചാണ് സ്കൂളിൽ. കെമിസ്ട്രിയാണ് പഠിപ്പിച്ചത്. ഓർമ്മ അപ്പോൾ ഈ ടെറ്ററില്ലായിരുന്നു, വേറെ ടെറ്ററായിരുന്നു. അപ്പോൾ പഠിപ്പിച്ചാണ്. അതോടൊപ്പം തന്നെ ഞാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ച ഇതിൽ സാർമാരുണ്ട്, ഇവിടെ അധ്യാപകരുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം ഒരാൾ പഠിപ്പിച്ചു, അടുത്തയാൾ പഠിച്ചു, അടുത്തയാൾ പഠിപ്പിച്ചു, അടുത്തയാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ തലമുറ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്. കുടുംബസമേതം, കുട്ടികളുടെ സമേതം എത്തിച്ചേർന്നതിൽ സന്തോഷമുണ്ട്. അവരിലേക്ക് തുടക്കം കുറിച്ച എല്ലാവർക്കും, ജീവിതം ഉൾപ്പെടെ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. നമുക്ക് ആദ്യത്തെ തവണ കുറേ ആളുകൾ കുറവാണ് എന്ന് പറഞ്ഞില്ല, പിന്നീട് അത് കൂടി വന്നോളും. ഓരോ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും അറിയാലോ. പിന്നീട് ഈ പ്രായം എന്ന് പറയുന്നത് കുട്ടികളെയൊക്കെ നോക്കാനുള്ള ഒരു സമയമാണ്. അപ്പം ഞങ്ങൾ എവിടെ വിളിച്ചാലും, ഞാൻ പാവസാറൊക്കെ എവിടെ വിളിച്ചാലും അങ്ങനെ പോവാണ്. കാരണം ഞങ്ങൾക്ക് പാർട്ടിയോടുള്ള പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞങ്ങളെ പഠിപ്പിച്ച് തീർന്ന അവസാനം ഇറങ്ങുന്ന കാലഘട്ടം ആയപ്പോഴത്തേനും ഈ ഒരു ഇൻറ്റിമസി ഒത്തിരി നഷ്ടപ്പെട്ടു. നിങ്ങളുമായിട്ടുള്ള പുതിയ തലമുറയാണുള്ള ഇൻറ്റിമസി നഷ്ടപ്പെട്ടു. വീട്ടിലാണെങ്കിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരു കൊച്ചു പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഞാൻ സോഷ്യലിസ്റ്റ് പഠിക്കുന്നത് എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഇത് പഠിച്ചിട്ടെന്താ കാര്യം, സോഷ്യലിസ്റ്റ് പഠിച്ചിട്ടെന്താ കാര്യം, അപ്പോൾ ജപ്പാൻ അവിടെ നിന്ന് പോകുമ്പോട്ടു നമുക്കെല്ലാം പ്രയോജനം എന്നാണ് എന്നോട് തന്നെ എൻ്റെ കൊച്ചു ചോദിക്കുന്നത്. അപ്പോൾ ഓക്കെയാണ്, നിങ്ങൾ വളരെ സജീവമായിട്ട് പഠിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും നല്ല കുടുംബ ബന്ധങ്ങളും അതോടൊപ്പം തന്നെ നല്ല സൗഹൃദ ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും ഈ സൗഹൃദത്തിന് ഒരു കുറവുണ്ടാകരുത്. കാരണം അത് ജീവിതത്തിൽ ഒത്തിരി ഗുണം ചെയ്യുന്നു. പല ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഞാൻ വാസനൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ഓഫീസിൽ ഉദ്യോഗസ്ഥർ എഴുന്നേറ്റ് പോകും. ഇതെന്നാ സംഭവം, ഞാൻ പോകുന്നു കുറേ ആളുകൾ ഉണ്ടോ അവരെ കൊണ്ടുപോകണം. പക്ഷെ അങ്ങനെ വളരെ സാറിനെ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ അവർ അതുപോലെ നിങ്ങളുടെയൊക്കെ മുഖച്ചാൽ മാറിക്കൊണ്ടിരിക്കും. ഇനി എന്നെ മാറുകയില്ല, ചെറിയ ക്ലാസ് പഠിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ ഇനി മാറാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യുക. ഒരു പക്ഷേ ഞങ്ങൾ ഒന്നും ഉണ്ടാവില്ല, ഒത്തിരി പഠിപ്പിച്ചുകൊണ്ടും ഷേപ്പിൽ വ്യത്യാസം വരുന്നതൊക്കെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവ ആശംസകൾ നേരുന്നു. ഞങ്ങളിവിടെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിൽക്കുന്നു. ഒത്തിരി സന്തോഷം സാറ്. സോ നമുക്ക് ബാബു സാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ ബാബു സാറിനെ 2 വാക്ക് പറയാനായിട്ട് ക്ഷണിച്ചു വരുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, കുടുംബാംഗങ്ങളെ, മൈക്കിലൂടെ പറഞ്ഞാൽ
ഭംഗിയില്ലാന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും മൈക്ക് കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് പണ്ടേ മുതലേ ഞാനൊരു വീക്ക്നെസ് ആണ് മൈക്ക് അതിലൂടെ തന്നെ സംസാരിക്കാം. ഇപ്പോൾ റിട്ടയറായതിനു ശേഷവും സംസാരിക്കാൻ ഒത്തിരിയേറെ വേദികളും അവസരങ്ങളും ഉണ്ടെങ്കിലും പരമാവധി പങ്കെടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒത്തിരിയേറെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. റിട്ടയർ ചെയ്ത് വെറുതെ വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ പണികളും പ്രാരാബ്ദങ്ങളും എല്ലാമായിട്ട് പോവുകയാണ്. നിങ്ങളിങ്ങനെ വിളിച്ച് ചേർത്തതിൽ വന്ന് കാണുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് വാസ്തവത്തിൽ നോക്കുമ്പോൾ മറ്റൊന്നും പരിചയപ്പെടുത്തിയില്ലെങ്കിൽ പലരെയും അറിയില്ല. നമുക്ക് വന്നതിന് വേണ്ടി ചിലർക്ക് ചില അവസരമായി കാണുന്ന മുഖങ്ങളുണ്ട്, പിന്നീട് കണ്ടിട്ടില്ലാത്ത മുഖങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഞാൻ ഇയാളാണെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. തനിമല്ല ഇവിടെ പഠിപ്പിച്ച് പിന്നീട് ഡോക്ടറായി മാറുന്നത് കടന്നുപോയി അടിമാലിയിൽ വെച്ചൊരാൾ വേണ്ടിയാൽ എവിടെയൊക്കെ പഠിപ്പിച്ചാണെന്ന് എനിക്ക് യാതൊരു നിശ്ചയവും പോലും ഇല്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേയേറെ വർഷങ്ങൾ കടന്നുപോയി. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. എല്ലാവരും തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടാകും, കുട്ടികളായിട്ടുണ്ടാകും, നല്ല കുടുംബജീവിതം നയിക്കുന്നുണ്ടാകും എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. വ്യക്തിപരമായി എല്ലാവരോടും സ്നേഹാന്വേഷണം നടത്തണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിലും പോലും സമയമില്ല. ഞാനൊരു എന്താണ് സൺഡേ സ്കൂളിൻ്റെ എച്ചമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ സ്റ്റേറ്റ് പരീക്ഷ പോയി നടക്കുകയാണ്. ആ പരീക്ഷാകാലം നിൽക്കുകയാണ്. അവിടെ മറ്റാരും സഹായിക്കാൻ കഴിയും. കൊറോണ തലത്തിലുള്ള പരീക്ഷകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പരീക്ഷാകാലമാണ് നിന്നിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ സാങ്കേതിക ചെയ്തുകൊണ്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് വന്നാണ് നിങ്ങളെ കണ്ട് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനിയും സംഗമങ്ങൾ ഉണ്ടാകട്ടെ. അത് ബന്ധങ്ങൾ ശക്തമാകാൻ വേണ്ടി ആയിരിക്കട്ടെ, ഒന്നും തകരാൻ വേണ്ടി ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം ഇടക്കാലത്ത് സ്കൂളുകളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങളൊക്കെ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കാരണം പല ഒളിച്ചോട്ടങ്ങളും പഴയകാല ബന്ധങ്ങളും പുതുക്കലുകളും ഒക്കെ അതിൽ നടക്കുകയും ചില കുടുംബ ബന്ധങ്ങൾ തകരുകയും പുതിയത് കരിപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം വിലക്കുകൾ വന്നത്. മിനിയാന്ന് ഒരു വിവാഹം ഇവിടെ അടുത്ത് നടന്നു. അപ്പോൾ ആ വിവാഹം നടന്നപ്പോൾ ഞാൻ ചോദിച്ചു, 63 വയസ്സായി, ഒരു വിവാഹം അടുത്തായിട്ട് പോലും അറിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു രണ്ടാം വിവാഹമാണ്. അവൾ ഡൈവോഴ്സ് ചെയ്തു, ഒരു കുട്ടിയുമുണ്ട്. അവനിതേവരെ വിവാഹം കഴിക്കില്ല. അപ്പോൾ ഇത് എങ്ങനെ പരിചയപ്പെട്ടു എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, പണിക്കോട് സ്കൂളിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച ഒരു പൂർവ്വജാതകം ഉണ്ടായിരുന്നു. അവിടെ പരിചയപ്പെട്ടപ്പോഴാണ് ഈ ശുഭകാര്യം സംഭവിച്ചത് എന്നാണ് പറഞ്ഞത്. എന്നാണെങ്കിലും ഇന്നലെ അദ്ദേഹത്തെ ഭാര്യയെയും ഈ കുഞ്ഞിനെയും സഹിതം ഞാൻ രണ്ടുപേരോടും തിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പോയി. പറഞ്ഞത് അതുകൊണ്ട് അത്തരം ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആളുകൾക്ക് ഇത്തരം ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഒത്തിരി വിശ്വാസം പങ്കുവയ്ക്കാനുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് കൂടി പാടുകയാണെങ്കിൽ എൻ്റെ ഒരു സ്ഥിരം പാട്ടുണ്ട്. അത് സാധാരണ നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളോട് കൂടി പാടിയാൽ ഞാൻ പാടാം. റെഡിയാണോ നിങ്ങൾ? റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് പോകുന്നു. ഉദാഹരണത്തിന് നിൽക്കാം. എങ്കിൽ പിന്നെ പാട്ടിനൊരു ഉദ്ഘാടനം കിട്ടുമല്ലോ. ഞാൻ പാടുന്നത് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്നുള്ള പാട്ടാണ്. നിങ്ങൾക്കറിയാമോ? മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്നുള്ള സിനിമയിലല്ലോ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേരി കൊഴുത്തൊരു കുഞ്ഞാട് എന്ന് പറയുന്ന പാട്ട് ഞാനിങ്ങനെ ഈ പൂർവ്വജാത സമുദ്രങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ പാടുന്നതാണ്. അപ്പോൾ ആ പാട്ടിന് നിങ്ങൾ പാടേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പാടേണ്ടത് നിങ്ങൾ ഓർത്തിരിക്കണം. മേരിയെ കുഞ്ഞാടെ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. നിങ്ങൾ ക്ലാസ്സിൽ പാടിയിട്ടുണ്ടാവില്ല. മേരിയെ കുഞ്ഞാടെ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. അപ്പോൾ ഞാൻ പാടി നിർത്തുമ്പോൾ നിങ്ങൾ അത്രയും മാത്രം പാടിയാൽ മതി. അപ്പോൾ പാട്ടിന് മേരിയെ കുഞ്ഞാടെ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട് പഠിക്കും. പാട്ടിനായി കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. മേരിയെ കുഞ്ഞാടെ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞികളക്കു മിനുത്താട്. മേരിയെ കുഞ്ഞാട്, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേരിയെ കുഞ്ഞാട്, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ, കുഞ്ഞിനു തീറ്റി കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. മേരിയെ കുഞ്ഞാട്, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേരിയെ കുഞ്ഞാട്, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. പാവേ പാവേ പോകരുതേ വാവാ കൂട്ടിനകത്താക്കാൻ, പാലും
ഇങ്ങനെ ഒത്തിരിയേറെ പാട്ടുകൾ നിങ്ങൾക്ക് പിന്നിൽ കൂട്ടിക്കൊണ്ടാൻ പറ്റും. സംഭവിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാ ജീവിത വിജയങ്ങളും. സോ ഈ ഒരു വേദിയിൽ സാറ് പോവുക എന്ന് പറഞ്ഞത്, അപ്പോൾ സാറിന് നമ്മുടെയൊക്കെ ശ്രീധുവിനെ ദീപിനെ ക്ഷണിച്ചുള്ളൂ. ഞങ്ങളുടെ ചെറിയൊരു സ്നേഹ ഉപകാരം. എല്ലാവരും നല്ലൊരു കൈയ്യടി വിളിച്ചു. ജോയ് സാറിന് അടുത്തതായിട്ട് കൈമാറുന്നതാണ്. ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ എല്ലാവർക്കും ഇവിടെയുള്ളവർക്കൊക്കെ കുറേ അറിയാം നമ്മുടെ എല്ലാവരുടെയും. പക്ഷെ എന്നാലും ഇപ്പൊ വന്ന സ്ഥിതിക്ക് എല്ലാവരും കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണ് എന്താണ് ചെയ്യുന്നത് ജസ്റ്റ് ചെറിയൊരു ബ്രീഫായിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം. ഓക്കെ, പുറകിൽ അതിന് അജോണ നേഴ്സാണ്, സൗദിയിലായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് ജാർഖണ്ഡ് സൂടാണ്, വർക്കുന്നത് കോളകത്താണ്. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരിക്കും വിചാരിക്കുന്നത്. മലമ്പുള്ളിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 8, 9, 10 ക്ലാസ്സൊക്കെ ഇവിടെ. ഇതിന് ഇത് വൈഫ് വില്ല കൊച്ച് ഇവൻ 1.5 വയസ്സായി. എൻ്റെ പേര് ഇമ്രാൻ. നമ്മൾ UK വർക്ക് ചെയ്തത്. 3 വർഷത്തോളായി UK പോയിട്ട്. ഞാൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത് UK അമ്മമാരൊക്കെ ഓർക്കുന്നുണ്ടാവും വിചാരിക്കും ചെറുതായിട്ടെങ്കിലും. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. 1 മാസം അവധിക്ക് വേണ്ടി വന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇനി കുറച്ചുകൂടെ കാലം കഴിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ആക്റ്റീവ് ആകുമായിരിക്കും. കുറച്ചുകൂടെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലം മുതൽ ഇപ്പോൾ എല്ലാവരും ജോലിക്കാരൊക്കെ ആയിട്ട് പല രാജ്യങ്ങളിലാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കിട്ടാമെന്നുള്ളത് കുറച്ച് പാടാണ് താല്പര്യം. എന്നാലും എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. മനസ്സിലായിട്ട് ഇത് എന്തൊരു പോപ്പുലർ ആയിരുന്നത് എൻ്റെ പേരെല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും പ്രതികരണം അഖിൽ ഫിലിം ഫാമിലി. അദീന വിൽസൺ നമ്മുടെ 4 വർഷം ജൂനിയർ ആയിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ജീവിതപ്പണത്തിന് എങ്ങനെയോ കണ്ടുപിടിയതാണ് സത്യം. അത് എനിക്ക് 2 മക്കളാണ്. അത് മൂത്തയാള്, അത് ഇളയാള്. അവളുടെ പേര് കൊണ്ട് കാസ്റ്റിയൻ പിന്നെ അടുത്ത ജോസോട്ട്, അവൻ ഇമാനുവൽ. 2 പേരാണുള്ളത്. എൻ്റെ കാര്യത്തിൽ പല 2 പേർക്ക് കിട്ടുന്ന തോറും നല്ല സാധനം നന്നായിട്ട് പോകും. ഞാൻ മർച്ചൻ്റെയിലായിരുന്നു ആദ്യം. പിന്നെ അവർക്ക് എന്നെ പഠിത്തമുണ്ടാകും, എനിക്ക് അവിടെ പഠിത്തമുണ്ട്. ഞാൻ തിരിച്ച് വന്ന് TTC പഠിച്ചു. ഇപ്പോൾ ഞാൻ കലാറിൻ്റെ സെൻറ്റ് ജോസഫിൽ എയ്ഡഡ് സ്കൂളാണ്, അവിടെ ജോലി ചെയ്തു. അധ്യാപകരോടൊക്കെ നല്ല സ്നേഹമുള്ള വിദ്യാർത്ഥി അതിൻ്റെ പേരിൽ ഞാൻ അന്ന് ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം പലരും അനുഭവിച്ചപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല സുഖമായിട്ട് പോകണം. 6 വർഷമായിട്ട് ഇവിടെ ആഗ്രഹമുണ്ട്. നന്നായിട്ട് പോകണം കേട്ടോ. ഇതാണ് ടെംപ്ലേറ്റ്. ഇതുപോലെ പറഞ്ഞോളാം. ശരി, ഓക്കെ. 10A പഠിച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ന്യൂസിലാൻഡിലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. മെറ്റേണിറ്റി ലീവിലാണ്. എനിക്ക് 2 പിള്ളേരാണുള്ളത്.
വെച്ചിട്ട് നടക്കുന്നു. ജോർഡൻ 3.5 വയസ്സ്. രണ്ടാമത്തെ കൊച്ച് 6 മാസമായിട്ടുണ്ട്. അവളെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഈ സമയം കോൾ വരുമായിരിക്കും, കരച്ചില ബഹളം അതൊക്കെ തിരിച്ചു. പിന്നെന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകും. നാട്ടിൽ 5-5 മാസമായിട്ട് തേരാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. അപ്പൊ കണ്ടതിൽ എല്ലാവരും ഒത്തിരി സന്തോഷം. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അടുത്തയാള് ഇപ്പൊ ഞാൻ സ്കൂളിലെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്കൂളിലാണ് ഹസ്ബൻഡ് പുറത്താണ് പഠിക്കുന്നത്. ഒരു കൊച്ചിൻ്റെ അവർക്ക് 2 വയസ്സാകാൻ പോകുന്നു. പിന്നെ ഇന്ന് രാവിലെ ഞാൻ വരണ്ട, കാരണം ജലദോഷം പനി കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് എന്തോ ഉള്ളിൽ നിന്ന് എല്ലാവരും ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നതാണ്. പക്ഷെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അപ്പോൾ സ്കൂളിൻ്റെ കാര്യം എപ്പോഴും ഞാനിങ്ങനെ മത്സരങ്ങൾ, കലാമത്സരങ്ങളാണെങ്കിലും ശരി, സ്പോർട്സ് ആണെങ്കിലും ശരി, കഴിയുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പഠിക്കുന്ന പിള്ളേരോടും അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ വരാനായിട്ട് വീണ്ടും ഇനിയും ആഗ്രഹമുണ്ട്. ബാക്കി നമ്മുടെ ഈ പറഞ്ഞ പോലെ 150-150ഓളം കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നെ അവരെ കൂടെ കാണുന്ന ആഗ്രഹമുണ്ടായിരുന്നു, നടന്നില്ല. കുഴപ്പമില്ല, ഇനി നടക്കുമായിരിക്കും. പിന്നെ 1-ാം ക്ലാസ് മുതൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ കാലം പോലെയൊന്നും അല്ല. ഞങ്ങളുടെ ഒരു ജനറേഷനിലെ ടീച്ചേഴ്സിനോട് നമുക്ക് ഒരു റെസ്പെക്റ്റോ സ്നേഹമോ പേടി എല്ലാം കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെമിസ്ട്രി പഠിപ്പിക്കുന്ന അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ക്ലാസ്സിൽ 10 ബിയിലായിരുന്നു, ഫ്രണ്ട് ബെഞ്ചിൽ 2ാമതായിരുന്നു. തന്നെ ടീച്ചർ ഇങ്ങനെ കാണാതെ പഠിപ്പിക്കുമ്പം സത്യം പറഞ്ഞാൽ അന്ന് ടീച്ചർ ആകണമായിരുന്നു. കാരണം ഇതുപോലെ ഫുൾ ബൈഹാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് പഠിപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ ടീച്ചറാണെങ്കിലും ടീച്ചറിൻ്റെ ഒരു സംസാരമാണ് അല്ലേ, മക്കളോടുള്ള പോലെ അങ്ങനത്തെ ടീച്ചർ ഇല്ലാന്നല്ലാട്ടോ. ഓരോരുത്തരുടെ ഓരോ പ്രത്യേകത. ജോയ് സാറ് സോഷ്യൽ ഒന്നും എഴുതിയില്ലെങ്കിൽ നല്ല മാർക്ക് വരുമായിരുന്നു. പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേടിയായിരുന്നു കേട്ടോ. സാർ ഭയങ്കരമായിട്ട് നമ്മൾ വഴക്ക് പറയും. അപ്പോൾ കവിതയൊക്കെ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ നമ്മൾ വിറച്ചുകൊണ്ടായിരിക്കും എടുക്കുന്നത്. ഒരു പെൻസുകാർ ഫുള്ള് വായിക്കണം എന്ന് പറഞ്ഞാൽ വായിക്കണം. പിന്നെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ സാറ് ശ്രദ്ധിക്കും. ഇന്നത്തെ പോലെ ഒന്നല്ല, മാന്യമായ രീതിയിലൊക്കെ വന്നിട്ട് നല്ല വഴക്ക് കിട്ടുമായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ഓർക്കുന്നുണ്ട്. പാടുന്ന ആഗ്രഹമുണ്ട്. ജലദോഷം നന്നായിട്ട്
അപ്പോൾ കുറേ പേർക്ക് ഫേസിൽ വ്യത്യാസമൊന്നുമില്ല. കുറേ പേര് എനിക്ക് മനസ്സിലായി എങ്ങനെയൊന്നും പറഞ്ഞു. പക്ഷേ ഫേസ് എന്നെ ആദ്യം ഓർക്കുന്നത് ആദ്യം കളിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്ന ഒരു വെച്ചാൽ വേറെ വെറൈറ്റി ലുക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് പിന്നെ ആദ്യം പറഞ്ഞാൽ കുറിച്ച് കളിച്ചാൽ മണ്ണിൻ്റെ വർത്താനം കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് രജിമോൾ ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് ഉണ്ട് ബസ്സിലേക്ക് പന്തിയായി ബൈക്കും പണ്ട് സ്റ്റേജൊക്കെ പേടിയാണ്. ഇപ്പോൾ അത് തന്നെയാണ്. വീട് മുഴുവൻ ടീച്ചറിന്റെ ഒത്തിരി കുഴപ്പമില്ല. എല്ലാവരും കുഴപ്പമില്ല. ടീച്ചറിന്റെ ചൂടുകളുടെ ആദ്യം നല്ല വേദനയാണ്. ഇപ്പോഴും ഫയൽ സാറിന് ഓർമ്മയുണ്ട്. പിന്നെ എന്നെ കുറിച്ച് പറയാനൊന്നുമില്ല. സിംഗിൾ ജീവിതം വന്ന് ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ ഒരു നമ്മുടെ ജിബിൻ പല ഞങ്ങളുടെ ആശുപത്രിയിലൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പോയി കൺസൾട്ട് ചെയ്തിട്ട് പോകും. കാശ് ചോദിച്ചാൽ പോലും കൊടുക്കലാണ് പല നോക്കുന്നതിന്. അപ്പൊ അങ്ങനെ കുറച്ച് കൂട്ടുകാരെനിക്ക് ഉണ്ടെങ്കിൽ അധികം സ്കൂൾമെന്റിൽ കിട്ടിയുള്ളൂ കൂട്ടുകാരുണ്ട്. അപ്പൊ കുറച്ച് പേരെ കൂടിയൊക്കെ അടുത്ത പ്രാവശ്യം നമ്മൾ റിയൂണിയന് എന്താ പറയാ വരുമ്പോൾ ഒന്ന് വിളിച്ചു കൂട്ടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഉടനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ടീച്ചേഴ്സിനെല്ലാം ഒത്തിരി 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 നന്ദി. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എൻ്റെ പേര് വിപിൻ. അറിയാമെങ്കിൽ വിപിൻ ജിബിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ അറിയുള്ളൂ. ഞാൻ അറിയുന്നത് ഇവിടെ എറണാകുളത്തെ ലുലുവിൽ അസ്റ്റൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ അവിടെ മിഷൻ ഓപ്പറേറ്ററായിട്ട് അത്താണി എംബാസിയിൽ വർക്ക് ചെയ്യുന്നു. പഴയ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. എൻ്റെ പേര് ജിബിൻ. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പോലീസിലാണ്. ഡ്യൂട്ടിയാണ്. ഇപ്പോൾ വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഇവിടെ പനക്കുട്ടിയിലാണ് ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം കൊണ്ട് ആ സമയത്താണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഈ ഗ്രൂപ്പ് തുടങ്ങിയ ഒരു ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് തുടങ്ങി. അപ്പോൾ സക്സസ് അല്ലാതെ കണ്ടതുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചത്. വാട്സാപ്പിലൊരു ഗ്രൂപ്പ് തുടങ്ങിയാൽ ചിലപ്പോൾ എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്താഗതിയിലാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. തുടങ്ങി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി. എല്ലാവരും 124 പേരോളം നമുക്ക് ഇന്നത്തെ കണക്ട് ചെയ്യാൻ പറ്റി. ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങാൻ പറഞ്ഞതിന്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് നല്ല രീതിയിൽ ഫിനാൻഷ്യലി ആയിട്ടും അല്ലാതെയും രക്ഷപ്പെട്ട ആൾക്കാരുണ്ടോ, ചിലപ്പോൾ അത്ര രക്ഷപ്പെടാൻ സാഹചര്യം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ. അപ്പോൾ അവർക്ക് നാളെ ഒരു ആവശ്യം വന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മളെ കൊണ്ട് അവർക്ക് സഹായം എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ചെയ്യാം. നമ്മളെല്ലാവർക്കും വേണ്ടി കാശ് വേണമെന്നൊന്നുമല്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പോലീസിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ കുറേ ഗ്രൂപ്പുണ്ട്. അപ്പൊ നമുക്ക് ഒരാൾക്കൊരു വിഷയമില്ല. കുറെ സംസാരം കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും കൊടുക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമുക്ക് നാളെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കുറച്ച് പേര് നമ്മൾ താങ്ങി നിർത്താനുണ്ടെങ്കിൽ നമുക്ക് വലിയ സപ്പോർട്ടാവും. ഈ പറഞ്ഞ ഞാനാണെങ്കിലും വലിയ കാശുകാരനൊന്നുമല്ല. പക്ഷെ നല്ല രീതിയിൽ രക്ഷപ്പെട്ട ആൾക്കാരുണ്ടോ. പക്ഷെ എന്തായാലും നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ടോ. ഒരു ആശുപത്രി കേസ് വന്ന് തീരാവുന്നുള്ളൂ നമ്മുടെയൊക്കെ സാമ്പത്തിക പദ്ധതി. അപ്പൊ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് മെയിനായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പ് പറയുന്നത്. അല്ല വൈകിട്ട് നമുക്ക് കുറേ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നത് അതിനപ്പുറം നമുക്ക് മറ്റുള്ളവർക്കൊരു ഗുണം കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി എന്നോട് ആദ്യമായി പറയുന്നത്. പിന്നെ അതൊക്കെ ഭാവിയിലേക്ക് സെറ്റ് ആയിക്കോളും. പിന്നെ കല്യാണം കഴിഞ്ഞു. ഒരു വൈഫുണ്ട്. നാളെ IT ഫീൽഡാണ്. മെഡിക്കൽ കോഡിംഗ് മാത്രം പഠിക്കണം. അപ്പോൾ ദുബായ് ബേസ്ഡ് കമ്പനിയുടെ ജോബാണ്. അത് വീട്ടിൽ നിന്ന് ചെയ്തു കൊടുത്താൽ മതി. പിന്നെ കൊച്ചുണ്ട് 2.5 വയസ്സ് റയാൻ നെയ്മർ. പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും നമ്മുടെ ഓർമ്മ. എല്ലാവരും നന്നായിട്ട് അറിയാം. പിന്നെ നമ്മളെ ഞാനിവിടുത്തെ ഒരു 2 ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവിടുന്ന് 4 പേരാണെങ്കിലൊക്കെ പഠിച്ചു. ഇതൊക്കെ നമ്മൾ അന്ന് പഠിച്ചില്ലെങ്കിലും പിന്നെ ജോലി കിട്ടാൻ വേണ്ടി രാത്രി കോളേജിൽ നിന്ന് പഠിച്ച് നമുക്ക് പിന്നെ അങ്ങനെയാണ് പഠിക്കുന്ന സമയത്തൊന്നും പഠിച്ചില്ല. പഠിക്കുന്ന സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ 10ാം ക്ലാസ്സിലെ പുസ്തകമൊന്നും പിന്നെ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തിപ്പോൾ ഒരു ജോലി കിട്ടിയപ്പോഴാണ് നമ്മളൊന്ന് സ്റ്റേബിൾ ആയത്.
കുഴപ്പമില്ല, നന്നായി പോകണം. എല്ലാവർക്കും ആശംസകൾ. ശരിക്കും കലാലയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമ്പോഴും നമ്മൾ കരയും, പോകുമ്പോഴും നമ്മൾ കരയും അല്ലേ? നഴ്സറിയിലൊക്കെ വരുമ്പോൾ അപ്പഴേ അമ്മയുടെ കൂടെ നിന്ന് ആ സ്കൂളിന്റെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പോകും പറഞ്ഞ് കരഞ്ഞാ വരുന്നത്. അത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടത് ബഹു നഷ്ടപ്പെട്ട് നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന പോലെ ഒരു സങ്കടത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വരുമ്പോഴും പോകുമ്പോഴും കരയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണ്. അപ്പൊ അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ 10-18 വർഷം അല്ലെങ്കിൽ 10-12 വർഷം നിന്നിട്ട് നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നു. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്നത് സൗഹൃദമാണ്. ഏറ്റവും വലിയ സൗഹൃദമാണ്. അപ്പൊ നിങ്ങളുടെ ഈ കൂട്ടായ്മ വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിക്കണം. ഇപ്പൊ 40 വർഷം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പൊ ഫ്രീ ആണ്. നിങ്ങൾ വർഷാവർഷമൊക്കെ കൂടിക്കോ, ഞങ്ങളെ വിളിച്ച പറ്റുമ്പോ ഞങ്ങളും വരാം. 40 വർഷം പിന്നെ കണക്കെടുക്കാം. അപ്പൊ അങ്ങനെ സൗഹൃദങ്ങൾ വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ നൽകിയുള്ള എല്ലാവിധ ആശംസകൾ ഉണ്ടായിരുന്നു. ശകല മാറ്റിവെച്ചാണ് നിങ്ങളൊക്കെ ഇത് കാണാനായിട്ട് വളരെ സന്തോഷത്തോടെ ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് മുഖങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. പ്രായമായി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ആ കുഞ്ഞു മുഖങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വലിയ മുഖങ്ങളൊക്കെയാണ്. ഇടയ്ക്ക് കുറച്ച് പേരെയൊക്കെ കാണുമായിരുന്നു. പക്ഷെ കുറെ പേരൊക്കെ എനിക്ക് ഒരു കുറവ് പോലെ പ്രായമായി കഴിഞ്ഞപ്പോഴേ എനിക്ക് മാറ്റമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വന്നായിരുന്നു ഇവിടെ ബെഞ്ചി സാറിന്റെ വർഷമായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്ന് എനിക്ക് 1-2 പേരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു പിന്നിൽ പോലീസാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. സന്ദർശകയൊക്കെയാണ്. വളരെ സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതില്. പിന്നെ ഞാനിപ്പോഴും ഇവിടുന്ന് പോയ പിന്നെ ഞാൻ ലിറ്റിൽ ഫ്ലവർ അവിടെ 10 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എക്സാമിന് പോയി. മോളൂട്ടിയുടെ ഒക്കെ എന്റെ ഒരു സഹപ്രവർത്തകയാണ് ഷൈജ. ഷൈജയുടെ ഹസ്ബൻഡ് ചേട്ടൻ്റെ മോളല്ലേ, മോളൂട്ടി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാട്ടോ എനിക്ക് മോളൂട്ടി എന്നുള്ളത്. അവരെല്ലാവരും മോളൂട്ടി എന്നാണ് വിളിക്കുന്നത്. അവിടെ 2 വർഷം അവിടെ നിന്നാണ് ഞാൻ ഈ മാർച്ച് 31 റിട്ടയർ ചെയ്തത്. ഈ വർഷം മാർച്ച് 31 റിട്ടയർ ആയി. സന്തോഷമായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് 3 പിള്ളേരെ നിങ്ങൾക്കറിയാലോ. മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞു. ശേഷമൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നലെ കൊണ്ട് വന്നിട്ട് എന്തായിരുന്നു അപ്പൊ ഇങ്ങനെ പരിപാടി ഉള്ളതുകൊണ്ട് പിന്നെ ഇന്നലെ കൊണ്ടുപോകും. 2ാമത്തെ മോള് അവള് MS ചെയ്യാണ് ജർമ്മനിയില്. പിന്നെ ഒരു മോനുണ്ട്, അവൻ ഈ വർഷം 10ല്. അങ്ങനെ പോണു. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷം. നമ്മുടെ കലാലയ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടമാണ്. യാതൊന്നിനെ കുറിച്ച് ഒരു ചിന്തയൊന്നും ഇല്ലാതെ നല്ല സന്തോഷമായിട്ട്, നമുക്ക് ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ഒന്നുമില്ല, സന്തോഷമായിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നു. ഇപ്പൊ ആണെങ്കിൽ നിങ്ങളെ പോകണമെന്ന് തോന്നുമ്പോ ഒക്കെ അങ്ങനത്തെ വീട്ടിലിപ്പോ പിള്ളേരുടെ ടീച്ചേഴ്സ് ഇങ്ങനെ പെട്ടുപോകുന്ന അവസ്ഥകളാണ്. കാരണം നമുക്കിങ്ങനെ ഞാനിങ്ങനെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഓരോ ടീച്ചേഴ്സ് നിസ്സാര ഇവിടെ തന്നെ വന്ന വാർത്തയാണ്. ഒരു കൊച്ചു ഒമിറ്റ് ചെയ്തു, അതിന് ഇച്ചിരി മണ്ണെടുത്തുകൊണ്ട് ഇടാൻ പറഞ്ഞതിന്റെ പേരില് ടീച്ചർ ഇപ്പോഴും കോടതി കയറിക്കൊണ്ടിരിക്കുക. ടീച്ചറിനെ സംബന്ധിച്ച് ഹസ്ബൻഡ് പോയി ഓൾറെഡി ഡിപ്രഷൻ പോയിട്ടുണ്ട് ടീച്ചറായിരുന്നു. ഈ വർഷം എടുത്തിട്ടായിരുന്നു. അങ്ങനെ അതായത് ഞാൻ പറയുന്ന കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചേഴ്സ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ടും ഭാഗ്യവാന്മാരായിരുന്നു. തീർച്ചയായും ഞാൻ ഇപ്പോഴത്തെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് മുകളിൽ അവർ ചിന്തിക്കുന്നത്. പണ്ടത്തെ ഒരു ഹൈസ്കൂൾ സെഷൻ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ വേണം ഇന്നുള്ള LP കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു മൈൻഡിലോട്ട് അങ്ങനെയൊക്കെ പിന്നെ എന്താ അടുത്ത ബാച്ച് ആ കുട്ടികളെ എനിക്ക് വലിയ അവരുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. 1 വർഷം 2 വർഷം കൂടെ ഇരുന്നല്ലാതെ വലിയ പരിചയം
ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഇവരെന്നെ ഇൻവൈറ്റ് ചെയ്തു. അതിൽ തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഗ്രൂപ്പിൽ പോയി എക്സിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്നോട് പറഞ്ഞു, നീ എക്സിറ്റ് ആവണ്ട, ഞാൻ കൂടെ നിന്നാൽ മതി. അപ്പോൾ അങ്ങനെ പിന്നെ എന്റെ വീട്ടിൽ എനിക്ക് ഓർമ്മ എന്താണെന്നറിയോ? ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് 4ാം ക്ലാസ്സിൽ ആ കൊട്ടാരത്തിലെ ടീച്ചർ റിട്ടയർ ആവാൻ നേരത്തെ ആ സ്കൂളിന്റെ പഠിച്ചിരുന്നു കൊല്ലിൽ ഓർക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഏറ്റവും ഓർക്കുന്ന കാര്യമാണ് ആ കൊട്ടാരത്തിലെ ടീച്ചർ വീട്ടിൽ കൊണ്ടുവിടാൻ പോയി ആ കാർത്തിയാർക്കും എന്റെ വീട്ടിൽ എനിക്ക് ഹസ്ബൻഡ്, 3 കുട്ടികള്. മൂത്തയാള് 4ാം ക്ലാസ്സില്, രണ്ടാമത്തെയാള് 2ാം ക്ലാസ്സില്, ഇളയാള് 3 വയസ്സ്. പിന്നെ അച്ഛനമ്മയുടെ കൂടെയാണ് ഞങ്ങള്. പിന്നെ ഹസ്ബൻഡിന് ഒരു പെങ്ങളാണുള്ളത്, സിസ്റ്ററാണ്. അങ്ങനെ കൊച്ചു ഫാമിലിയായിട്ടും പോകുന്നു. ഇവിടെ ഞങ്ങൾ 4 മക്കളായിരുന്നു. 2 ആങ്ങളമാരും ഒരു അനീത്തിയുണ്ട്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. ചാച്ചയ്ക്ക് ചെറിയ ക്യാൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് 3 വർഷം മുന്നേ ചാച്ചയി പോയി, കൂടിയില്ല. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ പ്രൊഫഷണലായിട്ട് പറയുമ്പോൾ ഞാൻ ഇപ്പം നിലവിൽ DRCയിലാണ് വർക്ക് ചെയ്യുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയി. +2 പഠിച്ചത് ആലുവ ചെങ്ങമനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എൻ്റെ കൂടെ +2-ൽ ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇങ്ങനെ 10ാം ക്ലാസ് ഞാൻ വലിയ പഠിത്തക്കാരി മീൻസ് പഠിക്കുന്ന ആളൊന്നും അല്ല. അത്യാവശ്യം ഇങ്ങനെ എൻ്റെ മടി കൊണ്ടാട്ടോ. അതിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മടി കൊണ്ടാണെന്ന് പഠിക്കാതിരുന്നു എന്നുള്ളത്. കാരണം ഇപ്പോൾ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 10ലെ പുസ്തകങ്ങൾ ഇത് ഇത്ര ഈസി ആയിരുന്നു, എന്തുകൊണ്ട് നമുക്ക് അത്ര പഠിച്ചില്ല എന്നുള്ള റീതിങ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടിയോടുള്ളൊരു സഹാനുഭൂതി എന്തോ എനിക്കൊരു അട്രാക്ഷൻ ആ കുട്ടിയാണ്. അപ്പം ഞാനങ്ങനെ ആ ഒരു ഫീൽഡിനെ പറ്റി അന്വേഷിച്ചു. മൂവാറ്റുപുഴ നിർമ്മല സദനിൽ പോയി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിച്ചു. കുറച്ച് നാൾ സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് BRCയിലേക്ക് മാറി. നിലവിൽ അങ്ങനെയൊക്കെ പോകുന്നു. എനിക്ക് 2 സ്കൂളാണ് വർക്ക് ചെയ്യാനായിട്ടുള്ളത്. SNLPS കൂട്ടാറ്, SNUPS പോത്തുങ്ങളുടെ 2 സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ബുധനാഴ്ച ദിവസം ഞങ്ങൾ ഓഫീസിൽ അങ്ങനെയാണ്. ആ ദിവസം ഇപ്പോൾ അവധിയാണെങ്കിലും ഞങ്ങൾക്ക് അവധിയില്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർക്കുള്ള ഒരു സമയം ഈ വെക്കേഷൻ കാലഘട്ടത്തിലാണ്. അറിയാലോ, ടീച്ചേഴ്സിന് ഇപ്പോൾ അടുത്ത ആഴ്ച ട്രെയിനിങ് ആണ്. അപ്പോൾ അതിൻ്റെ DRCയിൽ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. 4 ദിവസം മാറി നിന്ന് വെള്ളിയാഴ്ചയാണ് വീട്ടിൽ വന്നത്. പിന്നെ ഹസ്ബൻഡിനോട് പോകണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞു. എങ്കിലും ഒന്ന് റിക്വസ്റ്റ് എടുത്തിട്ട് പോകുന്നതാണ്. അങ്ങനെയൊക്കെ പിന്നെ പഴയ ഓർമ്മകളൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നുണ്ട് ഗ്രൂപ്പിൽ വന്നപ്പോൾ എന്നെ ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കത്ര ഒരു അന്ന് തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു, എന്നെ പേടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. കേട്ടോ, ഈ ഗ്രൂപ്പിൽ പേര് പറഞ്ഞ് പരിഗണിക്കുന്ന കാര്യമൊന്നും തോന്നുന്നില്ല. ഇവിടെ ഇരിക്കുന്നതിൽ പരിചയമില്ലാത്ത മോഹങ്ങള് നിലവിൽ എന്താ പറയുക, നിങ്ങളുടെ ആരുടെയും ഭാര്യമാരോ വന്നിട്ടുണ്ടെങ്കിൽ പരിചയമില്ലാത്തതുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരെയും നല്ല പരിചയമുള്ള കൂടുതലാണ്. ഈ ശ്രീധുവിനെ മാത്രമാണ് എനിക്ക് മോഹം കണ്ടിട്ട് അത് മനസ്സിലാവത്തില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. കണ്ടു കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിലൊക്കെ ആദ്യമേ 10ാം ക്ലാസ്സിലെ പഴയ ഫോട്ടോയിൽ കണ്ടിട്ട് വട്ടം ഇതായിരുന്നു ഞാൻ. അന്നേരം ഒന്നും കാണുമ്പോൾ ആ പഴയ കണ്ട ഓർമ്മയൊന്നുമില്ല. അപ്പൊ ഇതെന്റെ ഭാര്യ, പേര് ഉദീഷ തങ്കം മാത്യു. ആ പോയതാണ് എൻ്റെ കൊച്ച് നൈറാഞ്ചിരി ബിബിൻ, 3 വയസ്സായി. ആളെ ഇപ്പൊ മുരിക്കാശ്ശേരി അൽഫോൺസ ഹോസ്പിറ്റലിൽ ക്വാളിറ്റി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. കൊച്ച് 3.5 വയസ്സ് നൈറ മേരി ബിബി. ഇവിടെ ദേശം കോതമംഗലമാണ്, പാലമറ്റം വിളയിച്ച ഇടവകയാണ്. പിന്നെ ഞാൻ നല്ലൊരു മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യാണ്. അവധിക്ക് വന്നാണ്. റീയൂണിയൻ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കഴിഞ്ഞ മാസം പോകാനിരുന്നതാണ്. ചില സാങ്കേതിക തകരാറുകളൊന്നും പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചു. പിന്നെ നമ്മൾ ഈ റീയൂണിയൻ വിളിച്ചപ്പോൾ ഞാൻ ഒരു ടീച്ചേഴ്സിനെല്ലാം വിളിച്ചപ്പോൾ ഷിജ ടീച്ചർ എന്തായാലും ഓൺലൈനാണ്, ടീച്ചർ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാബു സാറ് വരില്ലായിരിക്കും, ഇന്നലെയും വിളിച്ചപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ പ്രിൻസിപ്പളായിരുന്നു ജോഷി സാറിനെ ഞാൻ വിളിച്ചപ്പോൾ സാറിന്റെ മകള് എന്ന് UK വരുന്നതായിരുന്നു. സാറിന് കൂട്ടിക്കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോകാൻ ഉള്ളതുകൊണ്ട് സാറിന് എത്താൻ സാധിച്ചില്ല. പിന്നെ റോസമ്മ ടീച്ചറെ പള്ളിയിലേക്ക് പോയിട്ട് വന്നപ്പോൾ താമസിച്ച് പോയി. പിന്നെ വരാൻ വണ്ടിയൊന്നുമില്ല. അത് കാരണം ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാമെങ്കിൽ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്നത്തേക്കും നമ്മൾ പരിപാടി തുടങ്ങിയാലും പോകാൻ സാധിച്ചില്ലെങ്കിൽ ടീച്ചറും വന്നേ. അപ്പം നമ്മൾ വിളിച്ച ഒരുവിധ ടീച്ചേഴ്സിൽ എനിക്ക് തോന്നുന്നു വരില്ല എന്ന് പറഞ്ഞ് ആരും തന്നെയില്ല. സേവ്യർ സാറുണ്ട്, നമ്മുടെ കടക്കോട് വിളിച്ച സേവ്യർ സാറ്. സേവ്യർ സാറിന് ഇന്ന് മാമ്പളത്ത് വേറൊരു റിയൂണിയൻ ഉണ്ടാകണം, സാറിന് എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ആള് നമ്മുടെ കൂട്ടുകാർ കുറഞ്ഞു പോയി ഒത്തിരി. പലവരും പലവിധ കാരണങ്ങളാൽ ഇന്ന് തന്നെ രാവിലെ തന്നെ കുറച്ച് അർജൻസിയൊക്കെ ആയിട്ട് വരില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. പിന്നെ ഭാവിയിൽ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത 1-2 വർഷം നടക്കുന്നത് എന്തായാലും റീയൂണിയൻ വെക്കാൻ പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം നമ്മൾ ഈ തുടക്കത്തോടെ വെച്ച് കഴിഞ്ഞാൽ ഇനി ആൾ കുറഞ്ഞു പോകത്തുള്ളൂ. അപ്പൊ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. നമുക്കൊരു എന്താ പറയുക, ഒരു 25 വർഷം, ഒരു 30 വർഷം, 40 വർഷം കഴിയുമ്പോൾ ഇച്ചിരിയുടെയൊക്കെ പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ കൂട്ടുകാരെയൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും, ഇച്ചിരി ഉത്സാഹം തോന്നായിരിക്കും. ജീവനോടെയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ചുമയൊക്കെ കണ്ടിട്ട്. അപ്പോൾ
അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് കാണാം. ഒരു 5ലേക്ക് പറഞ്ഞാൽ 5 പറഞ്ഞ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. ഞാൻ പറയും ഞാൻ നഴ്സറി തൊട്ട് +2 വരെ പഠിച്ച സ്കൂളായിരുന്നു. ഞാൻ വേറൊരു സ്കൂൾ കണ്ടിട്ടില്ല. ഞാൻ എന്നെ ജനിച്ചു വീണപ്പോൾ തന്നെ സ്കൂൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടം എനിക്കാണെങ്കിൽ പാർട്ടി സ്കൂൾ മാത്രമാണ്. പിന്നെ കോളേജ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തേക്ക് പോയി അത് 1 ഇയർ കോളേജ് മാത്രമാണ്. അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പൊ എനിക്ക് ആരെങ്കിലും കൂട്ടുകാരെന്ന് പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഈ സ്കൂൾ മറ്റത്തിൽ നിന്ന് കിട്ടിയ കൂട്ടുകാരെങ്കിലും നിലവിൽ എനിക്ക് വേറെ ഉണ്ടാവും. ഈ പറയുന്ന പേരെടുത്ത പറയാൻ ഞാൻ വളരെ ക്ലോസ് കോൺടാക്ട് ആയിട്ടുള്ള 3-4 പേരുണ്ട്. അനില്, നമ്മുടെ ബേസിൽ പോള്, നമ്മുടെ ബോഡി കുര്യൻ. ഗ്രൂപ്പില് വളരെ മോശമായിട്ട് പ്രസൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ടെന്ന് ഞാൻ വരുന്ന സമയത്ത് സംശയമുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആളുകളുടെ എണ്ണം വളരെ ചുരുങ്ങി പോയതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പരിചയപ്പെടാൻ പറ്റുന്നതുകൊണ്ട് എന്നെ വീട്ടിൽ ഒന്നുകൂടെ പരിചയപ്പെടേണ്ട ആവശ്യമൊന്നും തോന്നിയില്ല. എങ്കിലും എൻ്റെ പേര് ഞാൻ പറയാം, ഐവിൻ എന്നാണ്. ഈ സ്കൂളില് നിലവിൽ ടീച്ചർ പറയുമ്പോൾ അറിയുന്നത് ഇപ്പോഴാണ് പുതിയ വേറെ ഐവിൻ വന്നതാണ്. മറ്റൊരു ഐവിൻ എൻ്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ പേരും ഐവിൻ ആയിരുന്നു. മറ്റൊരു ഐവിൻ ഉണ്ടായിരുന്നത് എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾ എൻ്റെ പേര് വെച്ചിട്ട് എന്നെ ഓർത്തെടുക്കാറുണ്ടായിരുന്നു. സ്കൂളിനെ കുറിച്ച് എൻ്റെ ഓർമ്മയില് ഞാൻ പണിക്കുപടിയിലാണ് എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ ഇപ്പോൾ ക്യൂൻമേരി എന്നറിയപ്പെടുന്ന സ്കൂളിൽ പഠിച്ച മറ്റൊരു പേരിലായിരുന്നു അറിയപ്പെടുന്നത്. 3ാം ക്ലാസ് വരെ എപ്പോഴെങ്കിലും ആ സ്കൂൾ വൈൻഡപ്പ് ചെയ്തു. അപ്പൊ അവിടെ നിന്ന് ഒരു കുട്ടിയായിട്ട് ഞാനും അപ്പൊ ചേച്ചി എനിക്ക് ഒരു വയസ്സിൽ മൂത്തമുണ്ട്. ആള് 4ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് 5ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ വരികയും ഞാൻ 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്കായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കൂടി എൻ്റെ പപ്പ ഒന്നിച്ചവിടെ കയറി വന്ന് എൽഷേപ്പ് താഴെയുണ്ട്. അവിടുന്ന് താഴെ ആ വഴി കയറി വന്ന് ഈ ചെറിയ അവിടെ തേടിയ പോലെയാണ് ഇവിടെ താഴ്ത്തി കണ്ടത്. അപ്പൊ ക്രോസ് ചെയ്തിട്ട് കയറി വരുമ്പോൾ ഞാനൊരു ചെറിയ സ്കൂളിൽ നിന്ന് ആകെ 4 പീഡിയ മാത്രമുള്ള ആ ചെറിയ സ്കൂളിൽ നിന്ന് വലിയ വിസ്താരമുള്ള ഒരു ഗ്രൗണ്ടിലുള്ള ഒരു വലിയ ഭവനത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ചോളം അതൊരു വലിയ ലോകമായിരുന്നു. ഒരുപാട് കുട്ടികളുള്ള ഒരുപാട് ഏരിയയുള്ള ആ ഒരു സ്ഥലത്തേക്ക് കയറി വന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് പിന്നീട് മുന്നോട്ട് പോയി പിന്നീട് പല നഗരങ്ങളിലും പോയി അവിടുന്ന് ജോലി കഴിച്ച് മറ്റു സ്ഥലങ്ങളിൽ പോയി ഇപ്പൊ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ബാങ്കിലേക്ക് വർക്ക് ചെയ്യുന്നത്. അവിടെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഒരു അടിത്തറയായിട്ട് ഇപ്പോഴും കണക്കാക്കുന്നത് എൻ്റെ ബേസ്മെന്റാണ്. ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ, ഇവിടെ നമുക്കുണ്ടാക്കിയ സൗഹൃദങ്ങൾ, അന്ന് മുൻപ് പറഞ്ഞ പോലെ തന്നെ ടോണി പറഞ്ഞ പോലെ തന്നെ അന്ന് എനിക്കുണ്ടായ സൗഹൃദങ്ങളാണ് ഇപ്പോഴും എൻ്റെ സൗഹൃദങ്ങൾ. അന്ന് 10ാം ക്ലാസ്സിലും +2 ശേഷവും ഡിഗ്രിക്ക് ശേഷവും പല ആളുകളും നമ്മുടെ ലൈഫിൽ കടന്നു പോയെങ്കിലും അന്ന് ഈ 10ാം ക്ലാസ്സിൽ വരെ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കളെയാണ് ഇപ്പോഴും എൻ്റെ കോർ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളെല്ലാം. ആ ഓർമ്മകളും അവരോടൊപ്പമുള്ള ജീവിതവും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മുന്നോട്ട്. പിന്നീട് ലൈഫിൽ ചലഞ്ച് എപ്പോഴും വന്നതെന്ന് വെച്ചാൽ ദുബായിൽ പോയി സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇടുക്കിയിൽ നിന്നുള്ള ഒരു പ്രസൻസ് വളരെ മോശമായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലായിരിക്കാൻ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. പിന്നീട് ഇപ്പോ യുഎയിൽ ഞങ്ങൾ 10ഓളം പേര് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ മാത്രമുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്. ഇപ്പോൾ ഒരാൾ വിളിച്ചോണ്ട് രഞ്ജിത്ത് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2 തവണ കട്ട് ചെയ്തപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു കട്ടയ്ക്ക് കണ്ട ഞാൻ സംസാരിക്കുന്നില്ല, എനിക്ക് എല്ലാവരും ഒന്ന് കണ്ടാൽ മതി എന്ന് രഞ്ജിത്ത് പറയുമ്പോൾ ഈ കൂടുതലിരിക്കുന്ന പലരും വിദേശരാജ്യത്തും എന്നെ ഉൾപ്പെടെ മറ്റു പലരും ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഈ നാട്ടിലുള്ള പലരും പലപ്പോഴും കാണുന്നതുകൊണ്ട് വിദേശത്തുള്ള ആളുകളുടെ ആ ഇമോഷൻ എത്രമാർക്കും അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നു എനിക്കറിയില്ല. ഈ കൂടുതലിരിക്കുന്ന പലരെയും ഞാൻ 18 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഇതിനുശേഷം നാട്ടിൽ പലപ്പോഴും മാസത്തില് ഒരു വർഷത്തിൽ 1 മാസം മാത്രം വന്ന് പോകുന്ന ഞങ്ങളെപ്പോലുള്ള പ്രവാസികളെ സംബന്ധിച്ചോളം ഈ സൗഹൃദം വീണ്ടും പുതുക്കാൻ കിട്ടുന്ന വലിയ അവസരമാണ്. അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ തന്നെ അനുവെടുത്ത ഇനിഷ്യേറ്റീവിനെ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞാലും നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. ബാക്കി ടോണിയാണെങ്കിലും ബാക്കി എല്ലാവരും എഫോർട്ട് വളരെ വലുതാണ്. ഏതായാലും ഈ ചെറിയൊരു സമയത്ത് നമുക്ക് ഒത്തുകൂടാൻ എല്ലാവരും തിരക്കുകൾ ഒഴിവാക്കി ഒന്നുകൂടി വീണ്ടും നമ്മുടെ ഈ സൗഹൃദം ഈ നെറ്റ്വർക്ക് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. നന്ദി. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൊച്ചു വലിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്രയും നേരം കണ്ടിട്ടുള്ളവരാണ് താങ്ക് യു ഫോർ എവരിത്തിങ്. അപ്പോൾ നമ്മുടെ ഈ 10ാം ക്ലാസ്സിൻ്റെ റിയൂണിയൻ ഇവിടെ തുടങ്ങി. ഇനിയും അടുത്ത വർഷം കണ്ടുമുട്ടണം എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഞാനും ഇച്ചിരി നേരത്തെ ഇറങ്ങി. എനിക്ക് ചില തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങി. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ.